പണ്ടത്തെ ലെബനീസ് കപ്പിൾസ് ആയിരുന്നു. പിന്നെ ഓള് വേറെ കല്യാണം കഴിച്ചപ്പോ പിന്നെ നമുക്ക് വിഷമൊന്നുമില്ല. ഒരു കച്ചവടല്ല, ഒരു പൈസ എടുത്ത് തുടങ്ങിയല്ലേ ഇപ്പൊ ഇതിനെ പൂട്ടുന്ന. എമാസ് ഫസ്റ്റ് സദ്യ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വ്ലോഗ് എടുക്ക. കടന്നോ 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 കിടന്നോ മമ്മ വീട്ടിൽ കിടന്നോ. മമ്മ വീഡിയോ എടുക്കാൻ. അങ്ങനെ എവിടെയൊക്കെ പോവാന്ന് പറഞ്ഞ് അവസാനം ഓണം വെക്കേഷൻ തീരാനായപ്പോ ഞങ്ങള് സാൻഡ്രനെ കാണാൻ വേണ്ടി കൊയിലാണ്ടിക്ക് പോവാണ് ഗൈസ്. അത് കഴിഞ്ഞ് വെട്ടി കിടക്കൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് കിടക്കാൻ എവിടെയെങ്കിലും ഒക്കെ നോക്കണം. അപ്പൊ അത് കഴിഞ്ഞ് നാളെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒരു ഒറ്റ മൈൻഡ് പോവാന്ന് വെച്ച് നിൽക്കുകയാണ്. എവിടെ പോവാന്ന് തോന്നുന്നു അവിടെ പോവാന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ. ഇപ്പൊ ഞങ്ങളിപ്പോ ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഈങ്ങാപ്പുഴ എത്തിയിട്ടുണ്ട്. ലെബ ആംബുലൻസ് വെക്കുന്ന പക്ഷെ സാൻഡ്രനെ കാണാൻ പറ്റില്ല. ബിക്കോസ് സാൻഡ്ര ഇവിടെ എല്ലാം പുറത്താണ്. സാൻഡ്ര ഒരു 1 വീക്കിന് ലീവിന് വന്നതാണ്. അപ്പൊ നമ്മള് സാൻഡ്രനെ കാണാൻ പോവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അല്ല, നമ്മള് പറഞ്ഞിട്ടാണ് പോകുന്നത്. നോക്കാം നമ്മളെ കാണുമ്പോ സാൻഡ്ര അവിടെ സർപ്രൈസ് ആവുമെന്ന്. മാറ്റി നിക്കണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വ്ളോഗ് എടുക്കുന്നുണ്ടോ, മാറ്റി നിക്കണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും മാറ്റി ഒരുങ്ങി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കണ്ടാവും. എന്തായാലും ഇടും, അത് മാറ്റമല്ല മൊത്തത്തിൽ. അപ്പൊ അതൊക്കെ ഇട്ട് സെറ്റായി ഇരിക്കണ്ടാവും. നമുക്ക് പോയിട്ട് കാണാം. ഇതൊക്കെ ചെയ്യരുത്. കല്യാണം കഴിഞ്ഞ ഞാൻ ഓടില്ല, ചാടില്ല, പാടില്ല, ആടില്ല. എനിക്ക് പണ്ടൊരു ലൈഫ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും വിളിച്ചറിയാം. പണ്ടും നീ ഓടിയിട്ടില്ല, ഇപ്പോഴാ നീ ഓടുന്നത്. പണ്ടൊക്കെ നീ കൂട്ടിലിട്ട് വളർന്ന പക്ഷിയാണ്. ഏത് കൂട്ടില്? ഇപ്പൊ നീ എന്താ? ഇപ്പൊ ഞാൻ കൂട് മാറി. കുറച്ച് വലിയൊരു കേവ് ഗുഹ. ഗൈസ്, നിങ്ങളാടൊക്കെ മഴ ഉണ്ടോ ഗൈസ്? നമ്മളവിടെ മഴ ഉണ്ടോ നമുക്ക് അറിയില്ല. കാരണം ഞങ്ങളാടെ അല്ലല്ലോ ഉള്ളേ. അതുകൊണ്ട് നമുക്ക് അറിയില്ല. ഇപ്പൊ ഞങ്ങളുള്ള സ്ഥലം എഗരൂലാണ് ഗൈസ്. എഗരൂരിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങൾ എഗരൂരിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. മഴ പെയ്യുന്നുണ്ടോ? ഈ വീഡിയോ ഇനി ഏത് കാലം വരാനാണോ? കൊറേ വീഡിയോ എടുക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ ഇത് ഞങ്ങൾ എഡിറ്റ് ചെയ്തങ്ങോട്ട് ഇടാനുള്ള ഒരു ടൈം കിട്ടാത്തോണ്ട് ഇങ്ങനെ ഗാലറി നിറഞ്ഞു പോവാണ്. ഇനി 45 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് സാൻഡ്രനെ കാണാം ഗൈസ്. എക്സൈറ്റഡ് ആണോ അപ്പ? സാൻഡ്രയ്ക്ക് ഒന്ന് ഇവളെ കാണണം, പിടിച്ച് ഞെക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ എത്തുന്ന നേരം ഓളെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഓളെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഓളെ അറിയാത്ത ആളാ വരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വണ്ടി കയറി മുതൽ ഇവിടെ ഉറങ്ങാണ്. അവിടെ ചെന്നിട്ടായിരിക്കും ഓളെ എണീക്കുന്നത്. അപ്പൊ പിന്നെ ഒക്കെ ആരും അറിയണ്ടാവില്ല. മെല്ലെ എമ്മേനെ വിളിച്ചാലോ ഗൈസ്? നമുക്ക് എമ്മേനെ എണീപ്പിച്ചാലോ? വാട്ട് യു തിങ്ക് ഈസ് ഹാപ്പിനെസ്? ഉറങ്ങാനാ? ഉറങ്ങുന്ന ആൾക്കാരെ വിളിക്കാൻ പാടില്ല അല്ലേ? അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഉറങ്ങിയപ്പോ നീ എന്നെ വിളിച്ചേ? പിന്നെ പോണ്ടേന്ന് വെച്ച് വിളിച്ചതോ? പിന്നെ വിളിച്ചിട്ടല്ലേ ചോദിച്ച ഉറക്കത്തില്ല? ഉറങ്ങി, അതെന്റെ മര്യാദ. വിളിച്ചത് നിന്റെ മര്യാദക്കാണ് അല്ലേ? അത് ഞങ്ങളുടെ പ്ലാൻ അതായിരുന്നു. രാവിലെ എഴുന്നേക്കുന്നു, പോകുന്നു. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലെ ഉറങ്ങി എണീക്കാത്തോണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോ 1 മണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എമ്മന്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട്
പലതും പറയും, അതുപോലെ ഞങ്ങളുടെ ഇടയ്ക്ക് അങ്ങനെ ഓരോന്ന് പറയും. അതങ്ങോട്ട് വൈറലാവും. അതിന് എങ്ങനെ വൈറലാവാൻ? ആകെയുള്ള 700 സബ്സ്ക്രൈബേഴ്സ്, ഇപ്പൊ 701 സബ്സ്ക്രൈബേഴ്സ് ആക്കി. അതിലിപ്പോ ഒരു 500 എണ്ണവും ഞാൻ എല്ലാരും കയ്യും കാലും പിടിച്ചിട്ട് ഒന്ന് ചെയ്യുന്ന ചെയ്യിപ്പിച്ചേ. ബാക്കി പിന്നെ ബിഗ് ബോസിന്റെ വീഡിയോ ഇട്ടുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് വന്ന് ചെറിയ ആൾക്കാർ. അത് ഈ ബിഗ് ബോസ് 3 മാസം തീരുമ്പോൾ ഒരു പോകും. അപ്പൊ ബിഗ് ബോസിന്റെ വീഡിയോ ഞാൻ എടുക്കില്ല, അതിന് വരുന്നില്ല. എങ്ങനെയോ ഉറക്കത്തിലൊക്കെ കാണുക. എന്താ 24 മണിക്കൂർ എങ്ങനെ ഈ പോന്നേന്ന് മനസ്സിലാവുന്നില്ല. നേരില്ല എന്ന് പറഞ്ഞു കിടും. നേരൊക്കെ വേണമെന്ന് വെച്ചാൽ കണ്ടെത്തലന്നെ. അതിന് വേണം നോക്കൂല. 42 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമ്മളിനി സാൻഡ്രയുടെ അടുത്ത് എത്തും. ഞങ്ങള് പണ്ടത്തെ ലെബനീസ് കപ്പിൾസ് ആയിരുന്നു. പിന്നെ ഓള് വേറെ കല്യാണം കഴിച്ചപ്പോ പിന്നെ അല്ലാണ്ട് ഇപ്പൊ എന്താ കാരണം ഞാൻ ഇപ്പൊ സിംഗിൾ ആയിട്ട് ജീവിക്കാൻ പറ്റൂലല്ലോ. പിന്നെ നല്ലൊരു പെണ്ണിനെ കിട്ടാത്തപ്പോ കിട്ടിയ ചക്കനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഞാൻ എന്നെ പറ്റിയാണ് എന്തൊക്കെയാ പറയുന്നത്. എന്നെ പറ്റി അപവാദം പറയ്ക്കാൻ തെന്നിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ പറയും. അല്ല പിന്നെ കോഴിക്കോട് കിട്ട ഇറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് ഡ്രസ്സിന്റെ കടകളാണ്. എന്തോരം ഡ്രസ്സിന്റെ കടകളാ. ഇതൊന്നും പൂട്ടി പോകാത്തതാ. അല്ലെ വയനാട്ടിൽ എന്ത് തുറന്നാലും കുറച്ച് കഴിഞ്ഞാൽ പൂട്ടി പോകും. എന്തോ സുഖം. പാവാണ്. എന്നാലും എപ്പോഴും പറയണല്ലോ. ഞങ്ങള് ഇങ്ങനെ കൊറേ പ്ലാൻ ചെയ്യും. അത് തുടങ്ങാൻ അങ്ങനെ ഞങ്ങള് എന്താക്കി ഒരു ഐസിന്റെ സംഭവം തുടങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പൊ അതിന്റെ കുറച്ച് സ്ഥലങ്ങളില് അതിന്റെ ഫ്രാഞ്ചൈസി എടുക്കാനായിട്ട് നമ്മൾ വിളിച്ചു നോക്കുകയൊക്കെ ചെയ്ത് അല്ലേ? അന്വേഷിച്ചു. ഏകദേശം നമ്മള് നോക്കാം. സംഭവം പൈസ വേണല്ലോ. എന്നാലും നമ്മള് എല്ലാരും ഒന്ന് വിളിച്ച് വയനാട്ടിൽ ഉണ്ടായിരുന്നില്ല സംഭവം. ഇല്ല കൽപ്പറ്റ ഒന്ന് വന്നു. ഇല്ല അതിന് ശേഷം വന്നേന്ന് തോന്നുന്നു അല്ലേ? കൽപ്പറ്റ വന്നു. അപ്പൊ നമ്മൾ ഓക്കെ കൽപ്പറ്റയല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, ബത്തേരി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ വിളിച്ചു. ഫ്രാഞ്ചൈസി എത്രയാവും, എമൗണ്ട് എത്രയാവും, എങ്ങനത്തെ റൂം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ചു. അപ്പോഴേക്ക് എന്തായി കഥ പറയട്ടെ മോളെ. എന്ത് മോളെ? ഒരു കാര്യം പറയട്ടെ എന്നിട്ട് എണീക്കാം. അപ്പൊ നമ്മളങ്ങനെ ഏകദേശം പഠിച്ചു വന്നപ്പോ എന്തായി, ബത്തേരി വന്നു. അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടം. സങ്കടം ഞാൻ പുറത്ത് കാണിക്കാൻ പാടില്ല. നമ്മളിൽ പൈസ ഇല്ല, പൈസ ഉള്ളവർ തുറങ്ങട്ടെ. അതിനിപ്പോ എന്താ നമുക്ക് നമ്മളവിടെ പോയി കഴിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് ആരോടും ഒരു വിരോധം ഇല്ലല്ലോ, നമുക്ക് തിന്നാ മതിയല്ലോ. നമ്മള് പോയി കഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ആ കൂട്ടി പോരും. അപ്പൊ നമ്മക്ക് സന്തോഷമൊന്നുമില്ല. പക്ഷെ അപ്പൊ നമുക്ക് ഉണ്ടാവില്ല, നമ്മള് തുടങ്ങാത്ത നന്നായി. നമ്മൾ കഷ്ടപ്പെട്ട ലോണൊക്കെ എടുത്ത് പൈസ ഒക്കെ എടുത്ത് തുടങ്ങി കഴിഞ്ഞിട്ട് ആ പൂട്ടിപ്പോയി നമുക്കൊരു വിഷമല്ലേ. കുഴപ്പമില്ല. അപ്പൊ കൂട്ടിപ്പോയത് ഓരോ പറ്റി. അപ്പൊ നമ്മളൊക്കെ പറയാൻ പാടില്ലല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മളെ മിൽക്കാവോ അവിൽ മിൽക്കിന്റെ സാധനം അത് തുടങ്ങാന്ന് വെച്ച്. അപ്പൊ നോക്കുമ്പോ അതും കൽപ്പറ്റ വന്നേ. ഈ നമ്മളെന്ത് തുടങ്ങാൻ വിചാരിക്കുന്നു അത് ഫസ്റ്റ് കൽപ്പറ്റ വരും. എന്ത് അതേതാ പ്ലാൻ എന്നോട് പറയാത്ത? എന്നോട് പറയാത്ത ഏതൊരു പ്ലാൻ ഉണ്ട് ഞാൻ കണ്ടുപിടിച്ചിട്ട് പിന്നെ പറഞ്ഞുതരാം. അപ്പൊ മിൽക്കാവോ തുടങ്ങാൻ വിചാരിച്ചു. അപ്പൊ അത് കൽപ്പറ്റ വന്നു. അത് കഴിഞ്ഞിപ്പോ ബത്തേരിയും വന്നു. പക്ഷെങ്കി ഒരാൾ കൂട്ടിയിട്ടില്ല. നമുക്ക് വിഷമൊന്നുമില്ല. ഒരു കച്ചവടമല്ല, ഒരു പൈസ എടുത്ത് തുടങ്ങിയല്ലേ അപ്പൊ ഇതിനെ കൂട്ടുന്ന. പക്ഷെ ആൾക്കാരൊക്കെ കുറവാട്ടോ. മഴയല്ല, അപ്പൊ ആൾക്കാർ കുറവാണ്. നമ്മളിങ്ങനെ ഇടക്ക് നോക്കൂ എന്തായി എന്നറിയാൻ വേണ്ടി. പൂട്ടി പോകാൻ വേണ്ടിട്ടൊന്നല്ല, നമ്മളിങ്ങനെ നോക്കൂ. പിന്നെ നമ്മൾ വേറൊരു പ്ലാൻ ഇട്ടു. നമ്മളെ അൽഫർദാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സിന്റെ സംഭവം. അപ്പൊ അതിന് റൂംസ് ഒക്കെ എവിടെയാ നോക്കുക, സെറ്റ് ആക്കുക, എങ്ങനെയാന്നൊക്കെ നോക്കുമ്പോ ആ സ്ഥലത്തേക്ക് വന്നേന്ന് തോന്നുന്നു അല്ലേ? നമ്മള് റൂമൊക്കെ നോക്കിയപ്പോ അത് എന്തോ പൈസ കൂടുതലാ, വാടക കൂടുതലൊക്കെ. അപ്പൊ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റൂല്ലോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു വരുമ്പോ അറിയില്ല. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് സെയിം സ്ഥലത്ത് സാധനം അങ്ങോട്ട് വന്നു സർപ്രൈസ് ആയിട്ട്. പിന്നെ മീനാച്ചി വേറൊന്ന് അജിഫാനും വന്നു. ഞങ്ങൾ ആലോചിക്കുന്നത്, നമ്മളിങ്ങനെ വർത്താനം പറയണത് ആരോ ചോർത്തി കൊടുക്കേണ്ടത് തോന്നുന്നു. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ എല്ലാരും വിചാരിച്ച് തുടങ്ങുമോ? ഞങ്ങള് ഫ്രഷ് ഐഡിയ അല്ലേ വിചാരിക്കണത് അല്ലേ? എന്താണ് സംഭവം നമുക്ക് അറിയില്ല. ഇങ്ങോട്ട് എന്താ വണ്ടി പോകില്ല, ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നില്ല. ചേച്ചി ചേച്ചിനെ നോക്കാൻ എണീറ്റു ഗൈസ്. എന്റെ പൊന്നെ ഉറക്കം വരുന്നുണ്ടോ? കിടന്നോ, മമ്മനാക്കിയതോ? അങ്ങനെ നമുക്ക് വിശന്നപ്പോ ഞങ്ങള് വണ്ടി സൈഡാക്കി ഫുഡൊക്കെ കൊടുത്തു.
ഞങ്ങൾ എവിടെ പോയാലും ഏത് ഹോട്ടലിൽ പോയാലും ഇതുപോലൊരു പാത്രത്തിൽ ഗീ റൈസ് വാങ്ങിക്കും. എന്നിട്ട് നമ്മള് അപ്പൊ ഹോട്ടലിൽ അവർക്ക് വേണ്ട കുറച്ചല്ലേ അവൾ കഴിക്കുള്ളൂ. അപ്പൊ പിന്നെ അവർക്ക് വിശക്കുമ്പോ കൊടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങള് ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പ് കണ്ടപ്പോ അവിടെ വണ്ടി നിർത്തിയിട്ട് എമ്മക്ക് നമ്മള് ഫുഡ് കൊടുത്തു. അല്ലേ? കഴിച്ചില്ലേ? കഴിച്ചില്ലേ? ക്യാമറയിൽ നോക്കിട്ട് ഓക്കെ പറയും. അങ്ങനല്ല ഓക്കെ പറഞ്ഞേ. ആ ഓക്കെ. ഇനി ഞങ്ങള് സാൻഡോന്റെ അടുത്തോട്ടേക്ക് പോവാണ്. നമ്മൾ എവിടെ പോകുന്നേ? സാൻഡോന്റെ വീട്ടിൽ എന്താ ഉള്ളേ? സാൻഡോന്റെ വീട്ടിൽ എന്താ ഉള്ളേ? ഡോഗ് ഇല്ലേ? സാൻഡോന്റെ വീട്ടില് ഡോഗ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, ഒരു ചേച്ചി ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരച്ഛമ്മ ഉണ്ട്, ഒരച്ഛനുണ്ട്. ആ ഇന്ന് മുതൽ ഞങ്ങളും ഉണ്ട്. ഇത്ര അതെ അതെ ഇത്ര ആൾക്കാരല്ലേ? നമുക്ക് സാൻഡോന്റെ വീട്ടിൽ പോവാ. ഓക്കെ 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 പറഞ്ഞേ. ഓക്കെ ചെറിയ റോഡും ഉള്ള ബസ്സൊക്കെ വരും. കളിക്കാൻ ഡാൻസ് കളിക്കേ? പോകുന്നില്ല പറഞ്ഞേ. ഇല്ല പറഞ്ഞേ പോകുന്നില്ല. അപ്പിട്ടോ വയറോളം കേറിയല്ലോ ചോണ്ടനുറുമ്പ്. തോത്തിട്ടും പോകുന്നില്ല. പോകുന്നില്ല പറയും. തീട്ടും മുട്ടിട്ടും പോകുന്നില്ല. കേറിയല്ലോ ചോണ്ടനുറുമ്പ്. നെഞ്ചോളം കേറിയല്ലോ ചോണ്ടനുറുമ്പ്. തോത്തിട്ടും പോകുന്നില്ല പറഞ്ഞേ. തട്ടി പോകുന്നില്ല. പോകുന്നില്ല. 15 മിനിറ്റിനുള്ളിൽ നമ്മൾ സാൻഡ്രന്റെ വീട്ടിലെത്തും. എമ്മ ഇങ്ങോട്ട് നോക്ക്, ക്യാമറയിൽ നോക്ക്. എമ്മ എക്സൈറ്റഡ് ആണോ? താല്പര്യമില്ലാന്ന് തോന്നുന്നു സാൻഡ്ര. എമ്മ സാൻഡ്രനെ കാണാൻ എക്സൈറ്റഡ് ആണോ? താല്പര്യടി. ഗൈസ് ഞങ്ങളെ കണ്ട് സാൻഡ്ര ഞെട്ടുമോ? അപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടേ കേട്ടോ. ഇടുവാ. ഞങ്ങളെ കണ്ട് സാൻഡ്ര ഞെട്ടുമോ? അതോ സാൻഡ്രയെ കണ്ട് ഞങ്ങൾ ഞെട്ടുമോ? കന്നിമാസം ആയതുകൊണ്ടാ തോന്നുന്നു പട്ടി കുറുക്കുണ്ട്. എമ്മ സാൻഡ്രയോട് അടുക്കുമോ? സാൻഡ്ര എമ്മയോട് അടുക്കുമോ? തുടർന്ന് കാണുക തിങ്കൾ മുതൽ വെള്ളി വരെ. ഹസ്ന റിസ്വാൻ. സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ, കമന്റ്. എമ്മ ഒന്ന് ഷൂട്ട് ചെയ്തേ. ഫോണിൽ നോക്കി ഒന്ന് ഷൂട്ട് ചെയ്തേ. ഞങ്ങൾ ലൊക്കേഷനിൽ എത്തി ഗൈസ്. അതാ സാൻഡ്ര ഞങ്ങളെ കാത്തു നിൽക്കുന്നു. ഇതാ ശ്രദ്ധ അവിടെ ഫോൺ വിളിക്കുന്നു. ലൈറ്റ് ഓഫ് ആക്കുമ്പോ സാൻഡ്രനെ കാണുന്നില്ല ഗൈസ്. അതാ സാൻഡ്ര ഓടി ഗൈസ്. സാൻഡ്രന്റെ ഒപ്പം പോയി. എമ്മ ഇങ്ങോട്ട് നോക്ക്. ഇതാരാ? ക്യാറ്റ് എങ്ങനെ കറിയാ? പിന്നെ ആകെ കിട്ടുന്ന കണ്ടന്റാ. ഓ ഗൈസ് സാൻഡ്ര ഷൈ ആണ്. ഷൈ ആയിട്ട് എന്തിനാ റിച്ചുവിന്റെ അടുത്ത് പോണേ? പൂക്കളൊക്കെ ഇട്ടുണ്ട് ഗൈസ്. ഇവളെന്താ ഇവളടുത്ത് പോയത് എനിക്ക് മനസ്സിലാവില്ലല്ലോ. ബൈ ബൈ. ഇതാണ് സാൻഡ്രന്റെ ഡോബി. സാൻഡ്ര എന്താ ഇങ്ങനെ ഷൈ ആവുന്നേ? പണ്ട് SFIന്റെ മറ്റേത് പറഞ്ഞു ഇത്ര ഇല്ലായിരുന്നല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ടു ഹസ്നാസ് യൂട്യൂബ് ചാനൽ. ഞാൻ ഹസ്നന്റെ ലെസ്ബിയൻ കപ്പ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ ഗൈസ്, ഞാൻ പറഞ്ഞ സത്യാണ്. എന്തെങ്കിലും പറ സാൻഡ്ര. ഇത് ആപ്പിൾ പച്ചടി.
ഗൈസ് ഞങ്ങൾക്ക് ഇവിടെ സദ്യ തരികയാണ് ഗൈസ്. എല്ലാരും ഫോണും എടുക്കണം കേട്ടോ. മതിയോ? ബാക്കി മമ്മ തരാം കേട്ടോ. ചൂടാ? ചൂടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണേ. എന്താ കഴിക്കുന്നേ? ഇതെന്താ കഴിക്കുന്നേ? ഞങ്ങളെ ഫസ്റ്റ് സദ്യ. ഞാൻ ചോറ് കഴിക്കമ്മ. ഇത് തരുമോ? ഞാൻ ചോറ് കഴിക്കോ? ചോറ് കഴിക്കോ? കഴിക്കമ്മ. കഴിക്കി. പപ്പട അതെ. ചോറ് കഴിക്കോ? ഇത് കൊടുക്കട്ടെ. തിരി സൈഡിൽ. ഹായ്. എമ്മന്റെ കുഞ്ഞലയിൽ എന്തൊക്കെയുള്ളത്? എമ്മന്റെ കുഞ്ഞലയിൽ എന്തൊക്കെയുള്ളത്? എന്തുണ്ടായിരിക്കും അല്ല പപ്പടാണ് ഇപ്പൊ തിന്നത്. ഇപ്പൊ ഞാൻ മാറ്റി കൊടുക്കും. പപ്പടം നമുക്ക് തരുമോ? ഈ മമ്മക്ക് എന്തൊക്കെ വേണല്ലേ അമ്മ? ടേസ്റ്റ് ഉണ്ടോ? എമാസ് ഫസ്റ്റ് സദ്യ. ഹായ്. അമ്മ നമ്മളെവിടെ അമ്മ? ഇതാ സാൻഡർ ഇവിടെ ഉണ്ട് ഗൈസ്. അതെ ഞാൻ ഇവിടെ ഉണ്ട് ഗൈസ്. ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. ഞാൻ എമ്മന്റെ കൂടെ തന്നെ ഗൈസ്. സാൻഡറാണ് എന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിർബന്ധിച്ചതിൽ ഒരാളാണ് സാൻഡ്ര എന്ന് പറയുന്നത്. അതിൽ ഞാൻ ഖേദിക്കുന്നു. എന്താ ഒരു വെള്ളം വന്നപ്പോഴേക്ക് എന്റെ കുട്ടീനെ ചോടി. ഇവർക്കൊക്കെ ഒരു കുട്ടിയായുള്ള അവസ്ഥ ഗൈസ്. ഞങ്ങൾ ഇന്നലെ രാത്രി സാൻഡേന്റെ അവിടെ നിന്ന് ഇപ്പൊ രാവിലെ എണീറ്റ് പൂക്കളിടുകയാണ് ഗൈസ്. എമ്മ പൂ ഇടുന്നില്ലേ? ഇടുന്നില്ലേ? എവിടെ പൂ? എവിടെ അവിടെ ഉണ്ടോ? സാൻഡ്ര എവിടെ? സാൻഡ്ര അത് ശ്രദ്ധയല്ലേ? സാൻഡ്ര എവിടെ? അവിടെ ഇല്ല. എന്താ ഡയലോഗ് എന്താ വേണ്ടേ? ആ ഗൈസ് അച്ഛൻ ഇവിടെ ഫോണ് കളിക്കാണ്. എന്താ പറയാ സുഹൃത്തുക്കളെ, അച്ഛൻ ഇവിടെ ഫോണ് കളിക്കാണ്. എന്താ സാൻഡ്ര മടുത്തോ? എന്തരീ തല ഇറങ്ങുന്നു? പ്രായമായതുകൊണ്ടാണ്. ഹാപ്പി ഓണം. അപ്പൊ ഞങ്ങള് സാൻഡ്രന്റെ വീട്ടിൽ നിന്ന് പോവാണ്. സാൻഡ്ര സേ ബൈ. ഓക്കേ ബൈ. വേഗം പോ പ്ലീസ്. സാൻഡ്രക്ക് ഒരാൾ കൊടുക്കോ? എമ്മ കൊടുക്കോ? തന്നില് ചമ്മൂല. എന്താ വേണ്ട. ഓക്കെ ഗൈസ് ഞങ്ങൾ പോവാണ്. സാൻഡ്ര ഫസ്റ്റ് ടൈം ആയിരിക്കൂലേ യൂട്യൂബിലൊക്കെ വരുന്നത്? അതെ. അടുത്തവർ പോവാൻ. ഓക്കെ ബൈ ഗൈസ്. ടാറ്റ കൊടുക്ക്. അടുത്തവർ പോവാൻ പുറത്തിറങ്ങണ്ട കേട്ടോ. ഓക്കെ ടാറ്റ.